Hi friends, നമ്മുടെ അവോധ പ്രൊവൈഡ് ചെയ്യുന്ന 10 സർട്ടിഫിക്കേഷൻ കോഴ്സസിൽ ഒരു കോഴ്സും കൂടിയാണ് നമുക്ക് വരുന്നത്. ബിഗ് ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയും, ഡേറ്റ സയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ബിഗ് ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇനി എന്താണ് ഈ ബിഗ് ഡേറ്റ ആൻഡ് ഡേറ്റ സയൻസ്, എന്താണ് സംഭവം? നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത് നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. വി ആർ ആക്ച്വലി കമ്മിങ് അക്രോസ് ദിസ് ഡേറ്റ സയൻസ് പറഞ്ഞ ടെക്നോളജി സംഭവമായിട്ട് നമുക്ക് എപ്പോഴും സമ്പർക്കമുണ്ടാകും. എന്താണ് ഞാൻ പറയാം, ഇപ്പം എല്ലാവരും ഈ ഒരു സോഷ്യലി അല്ലെങ്കിൽ ഡിജിറ്റലി എല്ലാവരും ആക്റ്റീവാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ എല്ലാവരും ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയാസ് ആവട്ടെ, ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് ആവട്ടെ, ബാങ്കിങ് പ്ലാറ്റ്ഫോംസ് ആവട്ടെ, എവിടെയാണെങ്കിലും നമുക്കിത് വളരെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തന്നെ അങ്ങനെയാണ്, റൈറ്റ്? അവിടെ നമുക്ക് ആർക്കും താഴെമേളിലാക്കാൻ പറ്റില്ല. ആൻഡ് ദിസ് ഇസ് ദ കറണ്ട് സിറ്റുവേഷൻ സിനാരിയോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, നിങ്ങളിപ്പോൾ ഒരു സംഭവം, ഇപ്പം സപ്പോസ് ഇപ്പം യൂട്യൂബിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചാനൽസ് എന്തെങ്കിലും കൺസിഡർ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ കുക്കിംഗ് വീഡിയോ കണ്ടു, യു മൈറ്റ് ഡെഫിനറ്റ്ലി നോട്ടീസ് ദാറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ആ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ, അതായത് പ്ലേലിസ്റ്റിൻ്റെ അവിടെ ഈ കുക്കിംഗ് ആ പർട്ടിക്കുലർ ചാനലിൻ്റെ റിലേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡിഷസിൻ്റെ റിലേറ്റഡ് ആയിരിക്കും വീഡിയോസ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇത് ഒരു ആൽഗോരിതമാണ് വരുന്നത്, റൈറ്റ്? അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന വിചാരിക്കുക. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ട് നിങ്ങളൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കണ്ടു. ആ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഓൺലൈൻ ഷോപ്പിംഗ് അവിടെ ക്ലോസ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് പോയി. സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, അവിടെ വന്നു കഴിയുമ്പോൾ ഈ നേരത്തെ ബ്രൗസ് ചെയ്ത അതേ പ്രൊഡക്റ്റ് ആണെങ്കിൽ, സിമിലർ പ്രൊഡക്റ്റിൻ്റെ ഒരു ആഡ് ആണെങ്കിൽ സജഷൻസ്, നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഇത് എല്ലാം പറഞ്ഞ ഒരു അൽഗോരിതമിൻ്റെ ഭാഗമാണ്. ഇത് നമ്മുടെ യൂസേജ് പാറ്റേണും നമ്മുടെ ബ്രൗസിങ് പാറ്റേൺസും അതുപോലെ തന്നെ ഹിസ്റ്ററിയും വെച്ചിട്ടാണ് ഇതൊക്കെ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആരാണ് ഡിസൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു മെഷീനാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും ഇതിന്. അപ്പോൾ അതിന് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയും. അതായത് ഡേറ്റ സയൻസിൻ്റെ ആൾ, ഈ പ്രോഗ്രാമറാണ് ഇതിൻ്റെ ബാക്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് വരും. ഓക്കെ, സോ ബേസിക്കലി ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ മീഡിയയിൽ വൈ ഈ ഡേറ്റ സയൻസ് എന്തെന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ സിമ്പിൾ കാര്യം. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് മാർക്കറ്റ് ചെയ്യണം, അത് ഒരു യൂസർ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ആണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സൈറ്റ്സിലും അതുപോലെ തന്നെ വെബ്സൈറ്റ്സിലും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ചില വെബ്സൈറ്റ്സ് നമുക്ക് ആഡ്സും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, അത് പ്രീമിയം കാറ്റഗറി കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും അങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ എല്ലാവരും ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫോർ ഷോപ്പിംഗ് ആവട്ടെ, ഫോർ ബ്രൗസിങ് ആവട്ടെ, ഫോർ ലേണിംഗ് ആവട്ടെ, എന്താണെങ്കിലും അതനുസരിച്ച് നമുക്ക് പല ആഡ്സും കാര്യങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ഗെയിംസിൽ വരാറുണ്ട്, ചിലപ്പോൾ ഒരു എന്താ പറയുക പ്രൊഡക്റ്റിനെ പറ്റി വരായിരിക്കും, ചിലപ്പോൾ ഒരു സർവീസിനെ പറ്റിയായിരിക്കും, ചിലപ്പോൾ ഒരു പുതിയ ടെക്നിക്കൽ ഇൻഫോയെ പറ്റിയായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ പോപ്പപ്സും കാര്യം വരാറുണ്ട്. നോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ഒരു പർട്ടിക്കുലർ സാധനം നമുക്കൊരു 5-6 തവണ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. ആൻഡ് വി ടെൻ ടു സെർച്ച് അബൌട്ട് ഇറ്റ്. ആൻഡ് ഈ സെർച്ചിങ് കണ്ടിട്ട് തന്നെയാണ് നെക്സ്റ്റ് അതൊരു ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനാണ്, ഈ സർവീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ടെൻഡൻസിയിലേക്ക് പോകുന്നത്. ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. പണ്ടേ തൊട്ട് ഇത് ചെയ്യുന്നതാണ്. ഡിജിറ്റൽ ലെവലിൽ വരുമ്പോൾ സമയത്ത് മീൻസ് ആൻഡ് മോഡ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് വേർ ദ ഡേറ്റ സയൻസ് ആക്ച്വലി വർക്ക്സ് ഇൻ എ ഡേ ടു ഡേ ലൈഫ്. നൗ എന്താണ് ഒരു ജോബ് ലെവൽ? ഇപ്പോൾ ഇത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോബ്സും കാര്യങ്ങൾക്ക് ഏത് പൊസിഷനാണ് കയറുന്നത്? ഒരു അവോധയിൽ നിന്ന് ഡേറ്റ സയൻറ്റിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡേറ്റ സയൻസിൻ്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ദർ ഇസ് എ സർട്ടിഫിക്കേഷൻ കോൾഡ് ആസ് മൈക്രോസോഫ്റ്റ് ഡേറ്റ അസൂർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഡേറ്റ അസൂറുടെ സർട്ടിഫിക്കേഷൻ, ലേറ്റസ്റ്റ് സർട്ടിഫിക്കേഷൻ ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ആ സർട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ മിക്ക മേഖലയിലും, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഈ ഷോപ്പിംഗ് മേഖല, ഇപ്പം ആമസോൺ ആവട്ടെ, ഫ്ലിപ്കാർട്ട് ആവട്ടെ, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലും വരാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫേസ്ബുക്കിലും ഗൂഗിളും സോഷ്യൽ മീഡിയ സൈറ്റ്സിലും ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇപ്പം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ബി സ്റ്റാർട്ടിങ് ആസ് ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിരിക്കും. അപ്പോൾ സീനിയർ ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിട്ട് വരാം ഇഫ് യു ആർ ഹാവിങ് എൻ എക്സ്പീരിയൻസ്. ആ ലെവലിൽ വരുമ്പോൾ സീനിയർ ഡേറ്റ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ജൂനിയർ ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിട്ട് വരാം, ഓർ അസോസിയേറ്റ് ജൂനിയർ ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിട്ടാവാം. അത് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻസിൻ്റെ മുകളിലായിരിക്കും. പിന്നെ നിങ്ങളുടെ ബാക്ക് എക്സ്പീരിയൻസിൻ്റെ മുകളിലും കൂടിയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്.
But over the period of time, definitely this is how you will be growing up the career ladder under data scientist or data science under. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇഷ്ടം പോലെ നമുക്ക് എല്ലാ മേഖലയും ഈ പറഞ്ഞ മേഖലയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമ്പനീസിലും ആവശ്യമുള്ളത്. സോ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഗെറ്റ് ഇൻ മോർ ഇൻ ടു ദ നെക്സ്റ്റ് ബിഗ് എന്താ പറയുക നെക്സ്റ്റ് തിങ്ങിലേക്കാണ്. ഇപ്പം ഡേറ്റാ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 4 വർഷം മൊത്തം ഡേറ്റാ സയൻസിൻ്റെ കഴിവാണ്. അത് ഇപ്പം പല രീതിയിൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം പറഞ്ഞത് ആകെ സോഷ്യൽ മീഡിയ ലെവലും അവിടെ മാത്രമേ ഉള്ളൂ. ഡേറ്റാ സയൻസ് വെച്ച് തന്നെ നമുക്ക് പല കൈൻഡ് ഓഫ് അനാലിസിസും ചെയ്യാറുണ്ട്, സജഷൻസ് വരാറുണ്ട്. ഈവൻ അത് പൊളിറ്റിക്സിൽ വരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിൽ ആപ്ലിക്കേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റി ഉണ്ട്, ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എല്ലാ മേഖലയിലും ഈ പറഞ്ഞ ഡേറ്റാ സയൻറ്റിസ്റ്റും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ വെരി മച്ച് വില്ലിങ്, ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പ്രോഗ്രാമിംഗ് കാര്യത്തിന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ജോബാണ്. സിമിലർ ടു ഞാൻ പറയാൻ പോലെ എത്തിക്കൽ ഹാക്കിങ്ങും പഠിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. We will be definitely clarifying all your doubts. Okay? Thank you.